മദ്രസ അടച്ചതുകൊണ്ട് ഇപ്പൊ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കല് ട്ടോ. ഏകദേശം ഒരു 6:30, 7 മണി വരെയൊക്കെ തന്നെ ഉറങ്ങലുള്ളൂ. അപ്പൊ കാലിച്ചായക്ക് ഇന്ന് പഴം വാട്ടാന്ന് വിചാരിച്ചേ. സാധാരണ ബേക്കറി ഉണ്ടാകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലാണ്. അപ്പൊ ഇന്നിപ്പം പഴം കണ്ടപ്പോ ഒന്ന് വാട്ടാ വിചാരിച്ചു. പിന്നെ ഞങ്ങളിവിടെ ചായ എപ്പം കുടിക്കുന്ന സമയത്തും ഓരോരുത്തരും അവനവനിക്ക് വേണ്ടിയത് അന്നേരം പഞ്ചസാര കലക്കി കുടിക്കാ ചെയ്യാട്ടോ. അല്ലാണ്ട് ഒന്നായിട്ട് നമ്മൾ ഒരുമിച്ച് പഞ്ചസാര കലക്കി വെക്കലില്ല ട്ടോ. പിന്നെ രാവിലെ ചായക്ക് പുട്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളിവിടെ അജ്മിന്റെ പുട്ടുപൊടി തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യല് ട്ടോ. ഇതിന്റെ ഇടയിൽ ഈ അജ്മിന്റെ ഏകദേശം പാക്കറ്റ് പോലെ തന്നെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് വേറൊരു കമ്പനീൻ്റെതുണ്ട് ട്ടോ. അജ്മി തന്നെ ട്ടോ എല്ലാം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുട്ട്. എനിക്ക് തോന്നിയത് അജ്മി തന്നെയാണ് ട്ടോ. അതിന് ശേഷം കറിയിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു ട്ടോ. പുട്ടായതുകൊണ്ട് തലേന്ന് തന്നെ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനു. അപ്പം അതിന്റെ കടലന്റെ കറി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ ശേഷം മുറ്റെല്ലാം അടിച്ചു വാരിട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് മക്കളുടെ ഷട്ടിൽ കളിക്കാനും ട്ടോ. അതിന്റെ ശേഷം മക്കളെ സ്റ്റഡി ടേബിൾ ഒന്ന് വൃത്തിയാക്കാനും വേണ്ടിയിട്ട് അതിന്റെ അകത്തുള്ളതെല്ലാം പുറത്തേക്ക് എടുത്തിട്ടിട്ടോ. ഇതിൽ ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്തതാണ് കൂടുതലുള്ളത്. അപ്പൊ എന്തായാലും അതിന്റെ അകത്തുള്ളതെല്ലാം എടുത്തപ്പം ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളത്. അപ്പൊ തൽക്കാലം ഞാൻ ഇങ്ങനെ ആക്കി വെച്ച്. ഇതിൽ ഒരു സൈഡ് അനുഹമോൾത്, ഒരു സൈഡ് ഫൈഹമോൾത് കേട്ടോ. അങ്ങനെ മക്കളത് അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇനി മൂന്നാമത്തെ ഒരു സൈഡ് ഇന്റേതുണ്ട്. ഇതാ എന്റെ സൈഡിലുള്ള പുസ്തകവും ഫയലും കാര്യങ്ങളൊക്കെ ആണിത്. അങ്ങനെ ആവശ്യമില്ലാത്തതെല്ലാം ഒരു കവറിന്റെ അകത്താക്കിയിട്ട് വെച്ച്. പിന്നെ മക്കൾ മാക്സിമം എഴുതി കഴിഞ്ഞ പുസ്തകം, നോട്ട് പുസ്തകം ഉണ്ടേനും അതും വേണ്ടാലോ ഇനി. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ നോട്ട് ഇവർ എഴുതിയിട്ട് ബാക്കി പേജ് വന്ന കുറേ പുസ്തകം ഉണ്ടായിരുന്നു ട്ടോ. കുറച്ച് എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അള്ളാ അടുത്ത വർഷം ആകുമ്പോൾ അവർക്ക് എന്തായാലും റഫിന് വേണ്ടി വരും. അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാലോ. പിന്നെ എന്റെ സൈഡിലുള്ളതെന്ന് പറഞ്ഞാല് ഈ ഒരു കവറിൽ ഞാൻ മോണ്ടിസറി പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച ഓരോ കാര്യങ്ങളാണ്. സ്പെല്ലിങ്ങിന്റെയും ഇതൊക്കെ ആ ഒരു സമയത്ത് തിരക്ക് പിടിച്ചുണ്ടാക്കിയതായിരുന്നു ഇതൊക്കെ. അപ്പൊ ഇത് കാണുമ്പോ എന്തോ പോലെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. എന്നാലും കഷ്ടപ്പാട് വെറുതായിട്ടൊന്നുമില്ല. എന്നാലും ഇതൊക്കെ പൂവുണ്ടാക്കാനും വേണ്ടിയിട്ട് കളർ കവർ എപ്പം കാണുമ്പോൾ എടുത്തു വെച്ചതായിരുന്നു ട്ടോ. പിന്നെ ഈ കാണുന്നത് ഇത് എത്രയോ കാലായിട്ടോ. എത്ര വർഷമായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ കിട്ടിയ സമയത്ത് പിസ്തന്റെ ഷെല്ല് കംപ്ലീറ്റ് എടുത്ത് വെച്ചാണ്. ഒരു സമയത്തുള്ള ഒരു ഭ്രാന്തായിരുന്നു ഇത്. ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക്. അപ്പൊ അന്ന് എടുത്ത് വെച്ച. അന്ന് കുറെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഉണ്ടാക്കാന്നുള്ള നിലക്ക് ഞാൻ കവറിലെടുത്ത് വെച്ച്. അതുപോലെ ടീച്ചിങ് ഫയല് ഇതൊക്കെ ഞാൻ ആലോചിക്കുക എത്ര ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നു അറിയോ. ഓരോ ടീച്ചേഴ്സിനും ഉണ്ട് അതുപോലത്തെ ഓരോ ഓർമ്മകൾ. അതുപോലെ ക്യൂച്ചൽസ് എക്സാമിന്റെ ഫൈനൽ എക്സാം എഴുതിയപ്പോ ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ മക്കളെ സ്പോർട്സിൽ പങ്കെടുത്തപ്പോ അന്നത്തെ ചെസ് നമ്പർ. പിന്നെ ഈ ഫയല് നമ്മൾ മദ്രസ ടീച്ചേഴ്സിനുള്ള DMT എന്നുള്ള കോഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഓരോ കുഞ്ഞു പേപ്പർ വരെ ഞാൻ അതിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ ഈ ഫയലിന്റെ അകത്ത്. പിന്നെ ഇത് ഞങ്ങളെ മദ്രസയിൽ വെച്ചിട്ട് 3 വർഷം മുമ്പ് സർഗമേള നടന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ID കാർഡ്. ഇത് പാരന്റ്സിനുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പിന്നെ ഇത് ടീച്ചേഴ്സ് ഡേക്ക് മക്കളായ എത്രയോ കൊല്ലം മുമ്പ് തന്നത് തോന്നുന്നുണ്ട്. അതാ ഞാൻ പറയാം മക്കളെക്കാളും കൂടുതൽ സത്യം പറഞ്ഞ ഞാനാണ് ഓരോ കുഞ്ഞു സ്ലിപ്പ് വരെ ഒന്നും ഒഴിവാക്കൂല. ഒക്കെ എനിക്ക് എന്താ പറയുക ഒഴിവാക്കാൻ തോന്നൂല. അത്രത്തോളം എത്ര ചെറുതാണെങ്കിലും ചിലത് അങ്ങനെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇഷ്ടമുള്ള കാര്യമാവല്ലോ. ഒഴിവാക്കാൻ ഒരിക്കലും തോന്നാത്ത കാര്യങ്ങള്. അങ്ങനെ 3 സൈഡ് ഇപ്പൊ വൃത്തിയാക്കി വെച്ചിട്ടോ. അപ്പൊ അതിന്റെ ശേഷം ലാസ്റ്റ് ബാക്കി വന്ന പുസ്തകങ്ങളും വേസ്റ്റ് പേപ്പറും ആണ് കേട്ടോ. ഞങ്ങള് പുളിക്കില് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച ബാഗ് ഉണ്ടായിരുന്നു ട്ടോ. അപ്പൊ അതിന്റെ അകത്തേക്ക് മദ്രസയിലെ പരീക്ഷ പേപ്പറിന്റെ ഒരു കവർ എടുത്ത് വെച്ച്. അവിടെ എത്തിയാൽ നല്ല സുഖമായിട്ട് ഫ്രീ ആവുമ്പോൾ പേപ്പറെല്ലാം നോക്കാലോ വിചാരിച്ച്. പിന്നെ ഈ ഒരു ബാഗിന്റെ അകത്ത് കംപ്ലീറ്റ് ഡ്രസ്സൊന്നും അല്ല ട്ടോ. വലിയ ബാഗാണെന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ തൽക്കാലം പിന്നെ ഈ ഒരു ബാഗ് എടുത്തതായിരുന്നു. അതിന്റെ ശേഷം പിന്നെ വേഗം അടിച്ചു വാരി തുടക്കലെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം കിണറിന്ന് കോരുക ചെയ്യാ ട്ടോ. അപ്പൊ ദാ ഈ ഒരു ബക്കറ്റിലും ഈ ഒരു പാത്രത്തിലൊക്കെ ആയിട്ടാണ് ഞങ്ങള് എടുത്ത് വെക്കല്. പിന്നെ ഉച്ചക്ക് ചോറിന് നെയ്ച്ചോറും ബീഫ് കറിയും ട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ട്, പപ്പടം ഉണ്ട്. അങ്ങനെ ഉച്ചന്റെ ശേഷം ഞങ്ങൾ പുളിക്കലേക്ക് പോയിട്ടോ. ഇവർക്ക് കളിക്കാനുള്ള ഷട്ടിൽ ബാറ്റ്, ടാബ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അവിടുന്ന് കളിക്കാനും വേണ്ടിയിട്ട് ഇതൊക്കെ വേണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇക്കാക്കിയും വൈഫും വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ഇവര് കൂട്ടാനായിട്ട് വന്നതല്ലേനും ഇവിടെ ടൗണിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവര് തിരിച്ചു പോകുമ്പോൾ അവരെ കൂടെ പോവാന്ന് വിചാരിച്ചതായിരുന്നു. Suka salona yang di kulit watermelon.
ഇതാരാ വണ്ടിയാ? അള്ളാ വണ്ടിയിൽ ഇതാരാ വണ്ടിയാണ്? അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്താൻ നേരമില്ല. അപ്പോഴത്തേക്കും അന്നമോള് ഫഹിം കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് പോവാ കേട്ടോ. ഇവിടെ ഇപ്പം എൻ്റെ കുഞ്ഞ് സ്പീക്കറായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും അന്നമോള് ഫഹിം വന്ന് പിന്നെ ഇവര് കുറച്ച് ചോക്കോ ബാറും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും ഉമ്മ ഇവിടെ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇത് കണ്ടില്ലേ പഴത്തിന്റെ കൊല ഇവിടെ തൂക്കിയിട്ടത്. അപ്പൊ ഇത്രയും പഴം പഴുക്കാണത്. പിന്നെ പെട്ടെന്ന് പഴുക്കൂല. അപ്പൊ ഇതൊന്നും തന്നെ പഴം എടുത്തു കേട്ടോ ജ്യൂസ് അടിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അവിൽ മിൽക്കിലേക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ ചേർത്തിട്ടാ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും അന്നമോള് പോയി മാങ്ങ ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടോ. ഒന്നൊന്നല്ല മൂന്നെണ്ണങ്ങാനും പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് പച്ച ഉണ്ടേനും നല്ല പഴുത്തത് ഉണ്ടേനും. അപ്പൊ എനിക്ക് പഴുത്ത കണ്ട ഭയങ്കര അത്ഭുതേനും. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അധികം കേടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കിളി കൊത്തിയിട്ടൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് വീണിട്ട് നല്ലൊരു ഇത് ട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. ഈ മാങ്ങ പഴുത്താലും പച്ചായാലും ഒക്കെ തന്നെ. അപ്പൊ പച്ച മാങ്ങ അന്നമോള് ഇത് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടോ. ഞാൻ കുറച്ചെടുത്ത് കഴിച്ച്. കാരണം പഴുത്ത മാങ്ങ നേരത്തെ കഴിച്ചിട്ടുണ്ടേനല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴുത്ത ചക്ക ഉണ്ടേനു ട്ടോ വീട്ടിലെന്ന് പറഞ്ഞപ്പം അത് പോയി കഴിച്ച്. നല്ല പഴുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ പഴുത്ത ചക്ക. കുറച്ചായി എനിക്ക് തോന്നുന്നു പഴുത്ത ചക്ക ഒക്കെ കഴിച്ചിട്ട്. പിന്നെ ഇത് ഉമ്മന്റെ അച്ചാർ കേട്ടോ, മാങ്ങന്റെ അച്ചാർ. ഇത് കണ്ടോ ഇപ്പൊ കുപ്പി ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം ആകുമ്പോഴത്തേക്കും അതൊക്കെ കാലിയാവും ട്ടോ. പിന്നെ ഉച്ചക്ക് ഞങ്ങള് നെയ്ച്ചോറും ഇതൊക്കെ തിന്നോണ്ട് തന്നെ രാത്രി ഞങ്ങള് പിന്നെ തക്കാളി കറിയും അതുപോലെ പച്ചക്കായന്റെ ഉപ്പേരിയും അച്ചാറും പച്ചക്കറിയും ഒക്കെയാണ് ട്ടോ.